പഹൽഗാമില് 26 ഭാരതീയര് മതം നോക്കി വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്നൊരു സംഭവം ഈ ഒരു ഗ്രൂപ്പുകളിലുമില്ല. എറണാകുളത്തെ 14 നിയോജക മണ്ഡലങ്ങളിൽ വരുന്ന ഗ്രൂപ്പുകളിലൊന്നും ഈ സംഭവമേ പരാമർശിക്കുന്നില്ല. നക്ഷ എന്ന് പറഞ്ഞ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ഈ കുട്ടിയുടെ പിതാവിനെ ശൈലേഷ് എന്നാണ് തോന്നുന്നത് വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തുള്ള എല്ലാ മീഡിയാസും ആ കുരുന്ന പയ്യന്റെ, നിഷ്കളങ്കമായ പയ്യന്റെ ഒരു ഇന്റർവ്യൂവില് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലേക്ക് വിട്ടു, കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് വരുന്നത് കോൺഗ്രസിന്റെ മുസ്ലിം നേതാക്കളിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഇവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ഈ വീഡിയോ നീക്കം ചെയ്യണം. ഞാൻ ചോദിച്ചു, ഇത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ, മുസ്ലിം തീവ്രവാദികൾ ചെയ്തതായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ അല്ല, അതിന് വക്കാലത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതിന് മറുപടിയില്ല. പിറ്റേ ദിവസം രാവിലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വീഡിയോ നീക്കം ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാണത് നീക്കം ചെയ്യണമെന്ന് ചോദിച്ചു. സ്വാഭാവികമായ ചോദ്യം എന്തിനാണ്? അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞത് അത് മുസ്ലിം ഹിന്ദു സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മണിപ്പൂര് അതൊരു ക്രിസ്ത്യൻ ഹിന്ദു ഒരു സംഘർഷമായിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചതും ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചതും ഒക്കെ ഇതൊരു വർഗീയ കലാപമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ലേ ഇത് ക്രിസ്ത്യൻ ഹിന്ദു ഒരു സംഘർഷത്തിന് കാരണമാകുന്നത്? ഞാൻ തിരിച്ച് രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്യുമെന്ററി എടുത്തിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, എറണാകുളം ജില്ലാ കോൺഗ്രസ് മേനകയിൽ ഒരു വലിയ ഡിജിറ്റൽ വാളിൽ ഇത് പ്രദർശിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷമല്ലേ? ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരവില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കുന്നു, ഒരു പരാമർശം ഈ ഗ്രൂപ്പുകളിൽ ചെന്നില്ല. ഒരു പ്രത്യേക വിഭാഗത്തിന് അത് അവരുടെ മതരാജ്യമാണ്. അപ്പോൾ അവരുടെ മതരാജ്യത്തിന് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേക വിഭാഗത്തിന് അത് അവരുടെ വികാരം വ്രണപ്പെടും. കോൺഗ്രസ്സുകാർ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യ വിരോധിയായി മാറിയാലേ ഞാൻ കോൺഗ്രസ്സുകാരനാകുള്ളൂ. ഞാൻ പാകിസ്ഥാൻ അനുകൂലിയായി മാറിയാൽ മാത്രമേ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ.